അപ്പോൾ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ടേംസാണ് പഠിക്കാനുള്ളത്. അതിലാദ്യത്തേത് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ. അതാണ് SOA എന്ന് പറയുന്നത്. സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ, വെബ് സർവീസസ്, Web 2.0 ആൻഡ് മാഷപ്സ്. ഇതൊക്കെ ക്ലൗഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ചില ടേമുകളും ചില സർവീസ് പ്രോട്ടോക്കോൾസും ഒക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് ഇനി ക്ലൗഡിൻ്റെ പല ടൈപ്പ് ക്ലൗഡുകളെക്കുറിച്ചും അതിൻ്റെ ലെയേഴ്സിനെ കുറിച്ചും അതിലുപയോഗിക്കുന്ന ആർക്കിടെക്ചറിനെ കുറിച്ചും ഒക്കെ മുമ്പ് നമുക്ക് പറയാനുള്ളത്. നമ്മളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെബ് സർവീസുകളെക്കുറിച്ചും Web 2.0, വാട്ട് ഈസ് Web 1.0, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ Web 2.0 ആൻഡ് 1.0, വാട്ട് ആർ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ, വാട്ട് ആർ മാഷപ്സ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. The emergence of web services open standards has significantly contributed to advances in the domain of software integration. അപ്പോൾ നമ്മൾ ക്ലൗഡിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ക്ലൗഡ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിനു മുമ്പ് അതെന്തായിരുന്നു, ആ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിൽ എത്രത്തോളം ഫീച്ചേഴ്സ് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു, എത്രത്തോളം വാസ്റ്റ് ഡെവലപ്മെൻറ്റാണ് അതിനുണ്ടായത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനെയൊക്കെ സഹായിക്കാൻ ഇതൊക്കെ ഈ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരു ബേസായിട്ട് വർക്ക് ചെയ്യാൻ വെബ് സർവീസുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതും ക്ലൗഡ് സർവീസുകൾ എന്ന് പറയുന്നതും ക്ലൗഡ് മാനേജ്മെൻറ്റും ഒക്കെ ഡെവലപ്പായിട്ട് വരാൻ ഒരു അടിത്തറ പോലെ, ഒരു ബേസ്മെൻറ്റ് പോലെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് വെബ് സർവീസ്. അതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ പ്രൊവൈഡിങ് എ നമ്പർ ഓഫ് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും എടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് ആ വെബ് സർവീസുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഫീച്ചേഴ്സ് നമുക്ക് ക്ലൗഡിനും അതുപോലെയുള്ള മറ്റുള്ള ഡെവലപ്മെൻറ്റ്സിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. So they are playing an important role in the domain of software integration. Okay. Web services can glue together applications running on different messaging product platforms, enabling information from one application to be made available to others and enabling internal applications to be made available over the internet. അപ്പോൾ മെയിനായിട്ട് ഈ വെബ് സർവീസുകൾ കൊണ്ടുള്ള ഗുണം എന്താണ്? അതൊരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ഇടയിലാണ്? പല തരത്തിലുള്ള ആപ്ലിക്കേഷൻ, പല ടെക്നോളജീസ്, പല മെത്തേഡുകൾ, പല പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും ആ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, പ്ലാറ്റ്ഫോം വേറെ വേറെ ആയിരിക്കും. അതൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ്, അതിലുപയോഗിച്ചിരിക്കുന്ന മെസ്സേജിങ് പ്ലാറ്റ്ഫോമുകൾ, മെസ്സേജിങ് മെത്തേഡുകൾ, ഇതൊക്കെ മെസ്സേജിങ് മെത്തേഡ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ യൂസർ ഇൻ്റർഫേസിൽ നിന്നും മറ്റുള്ള സെർവറുകളിലേക്കും അതിൻ്റെ ഫങ്ഷണാലിറ്റികളിലേക്കും കമാൻഡുകൾ കൊടുക്കാനും ഒക്കെ പലതരത്തിലുള്ള മെത്തേഡുകളായിരിക്കും നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓരോ പ്രോഗ്രാമർക്കനുസരിച്ച്, ഡെവലപ്പേഴ്സിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നതെങ്കിൽ ഞാൻ ആ പ്ലാറ്റ്ഫോമിലാണ് എൻ്റെ പ്രോഗ്രാമുകൾ, എൻ്റെ സോഫ്റ്റ്വെയറുകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ. ഓരോരുത്തരുടെയും കംഫർട്ട് ലെവൽ വേറെ വേറെ ആയിരിക്കും. പലതും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആയിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള അപ്രോച്ചുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും ശരി, ഏതൊരു ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ശരി, അവർ ഏത് യൂസേഴ്സിനും ഏത് കസ്റ്റമേഴ്സിനും ഒരുപോലെ സെർവ് ചെയ്യത്തക്കവണ്ണം പ്രൊവൈഡ് ചെയ്യാൻ നമ്മളെ ആര് സഹായിക്കും? വെബ് സർവീസുകൾ സഹായിക്കും. സോ ദേ വിൽ ഗ്ലൂ ദ ആപ്ലിക്കേഷൻസ് റണ്ണിങ് ഓൺ ഡിഫറെൻറ്റ് മെസ്സേജിങ് പ്രോഡക്റ്റ് പ്ലാറ്റ്ഫോംസ്. പല പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസിനെയും കൂട്ടിച്ചേർക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മളെ വെബ് സർവീസുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ.
Over the years, a rich web service software stack has been specified and standardized, resulting in a multitude of technologies to describe, compose, and orchestrate services, packages, and transport messages between services, publish and discover services, represent quality of service parameters, and ensure security in service access. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്ന വെബ് സർവീസ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് കൊണ്ട് ആ വെബ് സർവീസുകളുടെ ഒരു കൂട്ടം, ദർ ഈസ് എ നമ്പർ ഓഫ് വെബ് സർവീസസ് അവൈലബിൾ ഇൻ അവർ ടെക്നോളജിക്കൽ ഫീൽഡ്. ഒരുപാട് വെബ് സർവീസുകളുണ്ട്. ഈ പറയുന്ന വെബ് സർവീസുകൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിലേക്കും നമുക്കതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ആർ സ്പെസിഫൈഡ്. അതിന് ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ഓരോ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് ഈ വെബ് സർവീസുകൾക്ക് മുഴുവൻ. അങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡ് സ്പെസിഫൈഡ് വെബ് സർവീസുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പലതരത്തിലുള്ള സർവീസുകളെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ പലതരത്തിലുള്ള മെസ്സേജിങ് പ്ലാറ്റ്ഫോമുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സർവീസുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ ഉണ്ടാക്കിയ സർവീസുകളെയൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റിൽ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ അതിന് നല്ലവണ്ണം ഓരോ സർവീസിൻ്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്യാനും ആ ഓരോ സർവീസിനും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഈ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ് സർവീസുകൾ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെബ് സർവീസ് എന്ന് പറയുന്നത് ഈ ക്ലൗഡ് മാനേജ്മെൻറ്റിൽ എടുത്ത് നോക്കിയാൽ തന്നെ ദേ ആർ പ്ലേയിങ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു സെക്യൂർ ദ സർവീസസ്, ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് ദ സർവീസസ്, ടു ഗിവ് ദ സർവീസസ്, ടു പബ്ലിഷ് ദ സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്, ടു കമ്പോസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ്. പലതരത്തിലുള്ള സർവീസുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ, കമ്പോസ് ചെയ്യാൻ, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ, അതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ ആരുടെ സഹായം ആവശ്യമാണ്? വെബ് സർവീസുകളുടെ സഹായം ആവശ്യമാണ്. വി ആർ ഡൂയിങ് ഓൾ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെബ് സർവീസസ്. അപ്പോൾ നമ്മൾ ഇനി ക്ലൗഡ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ പലതരത്തിലുള്ള വെബ് സർവീസുകൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നതായിട്ട് പറയും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, web service standards have been created on top of existing technologies such as HTTP and HTML, thus providing a common mechanism for delivering services, making them ideal for implementing a service-oriented architecture. അപ്പോൾ നമുക്ക് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് കിട്ടേണ്ടത്. സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു ഏത് പ്ലാറ്റ്ഫോമിനാണോ നമ്മളൊരു ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ആർക്കിടെക്ചറിൽ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? സർവീസുകൾക്കാണ്. അപ്പോൾ ഈ സർവീസ് എന്ന് പറയുന്നത് എന്താവാം? അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആവാം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു വെർച്വൽ മെഷീൻ ഉപയോഗിക്കുമ്പോഴാണ്, ഒരു വെർച്വൽ മെഷീൻ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അതൊരു ഇൻഫ്രാസ്ട്രക്ചർ ആകുമ്പോൾ. ഉദാഹരണത്തിന് സെർവർ എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് പെടുക? സെർവറുകൾ പെടും. നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോറേജ് ആവശ്യമാണ്, നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, സെർവറുകളിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതൊരു പ്ലാറ്റ്ഫോം അല്ല, ഇറ്റ് ഈസ് എൻ ഇൻഫ്രാസ്ട്രക്ചർ. അതൊരു നമ്മുടെ ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സമൂഹത്തിന് വലിയ പരന്ന് കിടക്കുന്ന സമൂഹത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു ഫിസിക്കൽ പാർട്ടാണ്. ആ ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ വെർച്വൽ മെഷീനുകളായിട്ട് നമ്മൾ സെർവ് ചെയ്യും, നമ്മൾ സർവീസായിട്ട് കൊടുക്കും. യു ക്യാൻ യൂസ് എ സ്മോൾ പാർട്ട് ഓഫ് ദാറ്റ് സെർവർ. ആ സെർവറിൻ്റെ ചെറിയൊരു പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചറാണ് സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനെ മാനേജ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആർക്കിടെക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളൊരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാനുണ്ട്, ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വർക്ക് ചെയ്യുന്നതിന് പകരം യു ആർ ഗെറ്റിംഗ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു ഡെവലപ്പ് ദാറ്റ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം തരികയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സർവീസുകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്നും എടുക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാവാം,
അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പല ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളാവാം, പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഡെവലപ്പിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലാതെ ഇതിനേക്കാൾ ഒക്കെ കൂടുതലായിട്ട് യു ആർ ഗെറ്റിംഗ് ഷെയർഡ് ഫിസിക്കൽ ഡിവൈസസ്, ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഡാറ്റ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്, ക്ലൗഡ് സ്റ്റോറേജുകളായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സർവീസ് ടൈപ്പ്. നിങ്ങൾ എന്ത് തരത്തിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ തരത്തിലുള്ള ഒരു ആർക്കിടെക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിനൊക്കെ നമ്മളുടെ ഈ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പേപ്പറിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മളൊരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്. ആ വർക്ക് സ്റ്റേഷൻ ഒരു ക്ലയൻറ്റ് സെർവർ മോഡൽ പോലെ, അതൊരു ക്ലയൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സെർവർ ഉണ്ട് അപ്പുറത്ത്. ആ സെർവറുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് മോഡലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ പാസ് ചെയ്യുന്ന മെസ്സേജുകൾക്ക്, ആ നെറ്റ്വർക്കിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന മെസ്സേജുകൾക്ക് ആ മെസ്സേജിങ് മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒട്ടനവധി മെസ്സേജിങ് മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ദേ ആർ സെക്യൂർഡ് ബൈ എ സെറ്റ് ഓഫ് പ്രോട്ടോക്കോൾസ്. ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉപയോഗിച്ചിട്ടാണ് അത് സെക്യൂർഡാക്കി വെച്ചിരിക്കുന്നത്. ആ സെക്യൂർഡാക്കി വയ്ക്കാൻ തന്നെ, ആ ട്രാൻസ്മിഷനെ സഹായിക്കാൻ തന്നെ നിങ്ങൾ നെറ്റ്വർക്ക് ലെയറുകൾ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രോട്ടോക്കോൾസ് പഠിച്ചിട്ടുണ്ട്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളുണ്ട്, HTTP പ്രോട്ടോക്കോളുണ്ട്, XML പ്രോട്ടോക്കോളുണ്ട്, FTP പ്രോട്ടോക്കോളുകളുണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോളുകളുണ്ട്. ഈ പ്രോട്ടോക്കോളുകളുടെ ഒക്കെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാൻഡേർഡുകളാണ് നമുക്ക് സെക്യൂർ ആയിട്ടുള്ള വെബ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ വെബ് സർവീസ് സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് അത് എപ്പോഴും എന്തുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ടാവും, എന്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ നെറ്റ്വർക്കിൽ നിങ്ങൾ മെസ്സേജ് പാസിങ്ങിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്രോട്ടോക്കോൾസാണോ യൂസ് ചെയ്യുന്നത്, ആ പ്രോട്ടോക്കോൾസൊക്കെ കഴിഞ്ഞിട്ടാണ് ആ പ്രോട്ടോക്കോളുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. HTTP ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. FTP പ്രോട്ടോക്കോൾ വേണമെങ്കിൽ അത് നിങ്ങൾ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന മെസ്സേജിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ആ മെസ്സേജ് പാസിങ് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി, റിക്വസ്റ്റും റെസ്പോൺസും കൃത്യമായ രീതിയിൽ അക്നോളജ് ചെയ്ത് പാസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നുണ്ടോ, സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നുണ്ടോ, ആ സെക്യൂരിറ്റീസിനൊക്കെ പുറമെ വി ആർ സെറ്റിംഗ് certain standards to maintain the web services in a secure way. വെബ് സർവീസുകളൊക്കെ സെക്യൂറായിട്ട് നടക്കാൻ വേണ്ടി ഈ പ്രോട്ടോക്കോൾസിൻ്റെ ഒപ്പം നമ്മൾ എന്തുകൂടെ അപ്ലൈ ചെയ്യും? വെബ് സർവീസ് സ്റ്റാൻഡേർഡുകൾ കൂടെ അപ്ലൈ ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു കോമൺ മെക്കാനിസം കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന വെബ് സർവീസുകളൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആ സാധാരണ നെറ്റ്വർക്കിലെ എല്ലാ പ്രോട്ടോക്കോൾസിൻ്റെയും ഒപ്പം അതിൻ്റെ ആ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ വി ആർ ഗെറ്റിംഗ് എ മെക്കാനിസം ഫോർ കോമൺ മെക്കാനിസം ഫോർ ഡെലിവറിങ് സർവീസസ്, മേക്കിംഗ് ദം ഐഡിയൽ ഫോർ ഇംപ്ലിമെൻറ്റിങ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് സർവീസാണോ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഏത് സർവീസിന് അനുസരിച്ചുള്ള ആർക്കിടെക്ചറാണോ ഉണ്ടാക്കുന്നത്, സോഫ്റ്റ്വെയറിനെ സർവീസായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുള്ള ആർക്കിടെക്ചർ, പ്ലാറ്റ്ഫോമിനെ സർവീസായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ആർക്കിടെക്ചർ, അത് പ്രൈവറ്റായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റായിട്ട് വേണ്ട ആർക്കിടെക്ചർ, നിങ്ങൾ എങ്ങനെയാണോ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ, ഏത് ടൈപ്പിൽ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതുപോലെ വളരെ സ്മൂത്തായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് വെബ് സർവീസുകളെ കുറിച്ച് പറയുന്നത്. ഞാൻ അതിനൊരു എക്സാമ്പിൾ, ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നമ്മൾ വെബ് സർവീസുകൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് ഒരു ക്ലയൻ്റ് ഉണ്ട്, ഒരു സെർവർ ഉണ്ട്. രണ്ട് സിസ്റ്റങ്ങൾക്കിടയ്ക്ക് നമ്മൾ മെസ്സേജ് പാസ് ചെയ്യുകയാണ്. ആ മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെറ്റ്വർക്കിൽ എങ്ങനെയാണോ മെസ്സേജ് പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മെസ്സേജ് പാസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മെസ്സേജ് പാസ് ചെയ്യുക? നമ്മൾ ഒരു റിക്വസ്റ്റായിട്ട് ക്ലയൻറ്റിൽ നിന്നും സിസ്റ്റത്തിലേക്ക് പോകും. ആ സിസ്റ്റത്തിൽ നിന്നും ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും. ഈ റിക്വസ്റ്റും റെസ്പോൺസും ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഒരു SMTP പ്രോട്ടോക്കോളോ ഒരു HTTP പ്രോട്ടോക്കോളോ ഒരു XML പ്രോട്ടോക്കോളോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അതിൻ്റെ ഒപ്പം വി ആർ ആഡിങ് ദ വെബ് സർവീസസ്. അതിൻ്റെ ഒപ്പം നമ്മൾ എന്തുകൂടെ പ്രൊവൈഡ് ചെയ്യും? വെബ് സർവീസുകൾ കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ റിക്വസ്റ്റും റെസ്പോൺസും പോകുന്ന വഴിക്കാണ് ആരുടെ വർക്കുകൾ നടക്കുന്നത്? വെബ് സർവീസുകളുടെ വർക്കുകൾ നടക്കുന്നത്.
ഇനിയിപ്പോൾ നമ്മളെ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു. The purpose of a service-oriented architecture is to address requirements of loosely coupled, standards-based and protocol-dependent distributed computing. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് നടക്കുമ്പോൾ പ്രോട്ടോക്കോൾ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ലൂസ്ലി കപ്പിൾഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷണാലിറ്റി? സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിൻ്റെ ഫങ്ഷണാലിറ്റി. ഇൻ എ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ, സോഫ്റ്റ്വെയർ റിസോഴ്സസ് ആർ പാക്കേജ്ഡ് ആസ് സർവീസസ് വിച്ച് ആർ വെൽ ഡിഫൈൻഡ്. അപ്പോൾ സോഫ്റ്റ്വെയർ റിസോഴ്സുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? സർവീസസ് വിച്ച് ആർ വെൽ ഡിഫൈൻഡ്, സെൽഫ് കണ്ടെയ്ൻഡ് മോഡ്യൂൾസ് that provide standard business functionality and are independent of the state or context of other services. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറുകളെ, ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്കാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ആ സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈവറുകളടക്കം എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അടങ്ങുന്ന ഒന്ന്. അതാണ് എവിടെ കിടക്കുന്നത്? ഒരു സോഫ്റ്റ്വെയറിൽ കിടക്കുന്നത്. അതാണ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടോ ആ ആവശ്യമായിട്ടുള്ളതിനെ ഒക്കെ ചേർത്ത് ഒരു പാക്കേജായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നിങ്ങളൊരു ഒരു ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഡിഗ്രിക്കൊക്കെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഫോർമാറ്റ് പ്രകാരം നമ്മൾ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റുകളും ഹാർഡ്വെയർ റിക്വയർമെൻറ്റുകളും നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്യും ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത്ര റാം വേണം, ഇത്ര ഹാർഡ് ഡിസ്ക്, മെമ്മറി ഇത്ര വേണം, ഇന്ന പ്രൊസസ്സർ ആയിരിക്കണം, അതിൻ്റെ കീബോർഡ് ഈ സ്പെസിഫിക്കേഷൻസ് ഉള്ള കീബോർഡ് ആയിരിക്കണം എന്ന് നമ്മൾ ഹാർഡ്വെയറിൻ്റെ ഫീച്ചേഴ്സൊക്കെ സ്പെസിഫൈ ചെയ്യും. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സും സ്പെസിഫൈ ചെയ്യും. ഈ ജാവയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഷ്വൽ ബേസിക്കാണ് യൂസ് ചെയ്യുന്നത്, .NET ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അതിൽ സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ജാവയാണെങ്കിൽ ജാവ ഇന്ന വേർഷനാണ് JDKക്കിട്ട് വേണ്ടത്. അതേപോലെ അതിലേക്ക് വേണ്ട ID ഇന്നതാണ്. അപ്പോൾ നെറ്റ് ബീൻസ് ആണെങ്കിൽ നെറ്റ് ബീൻസ്, എക്ലിപ്സ് ആണെങ്കിൽ എക്ലിപ്സിൽ ഏത് വേർഷനാണ് വേണ്ടത് അത്. പിന്നെ നമ്മൾ പറയും ഇതിന് ഇത്ര സ്റ്റോറേജ് സ്പേസ് ആണ് വേണ്ടത്, ഇന്ന ഡാറ്റാബേസ് ആണ് അത് വർക്ക് ചെയ്യാൻ വേണ്ടത്, SQL സെർവർ ഏത് വെർഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ SQL ലൈറ്റ് വേർഷൻ ആണെങ്കിൽ അതാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ആണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്, ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് എന്നും പറഞ്ഞിട്ട് കൊടുക്കും. ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ വയ്ക്കുമ്പോൾ അതിൽ നിങ്ങളൊരു പാർട്ടായിട്ട് തുടക്കത്തിൽ തന്നെ ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇന്ന ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസും സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻസും ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ പറയാം. അതേസമയം നമ്മൾ സിസ്റ്റത്തിൽ നിന്നും നമ്മളുടെ ഇൻ്റർനെറ്റിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ആവശ്യമായി അത് റൺ ചെയ്യാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെ ഡ്രൈവറുകളാണോ വേണ്ടത്, എന്തൊക്കെ എക്സ്റ്റൻഷൻ ഫയലുകളാണോ വേണ്ടത്, അതൊക്കെ ഈ സോഫ്റ്റ്വെയറിനോടൊപ്പം കൊടുക്കണം. അതാണ് പറഞ്ഞത് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്കായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ബ്ലോക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സാധാരണ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ക്ലൗഡിൽ നിന്നും ഒരു സോഫ്റ്റ്വെയറിനെ ഒരു സർവീസായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ റണ്ണ് ചെയ്യാൻ എന്തൊക്കെ എൻവയോൺമെൻറ്റുകൾ വേണോ ആ എൻവയോൺമെൻറ്റുകളൊക്കെ നമ്മൾ അതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യണം. Okay. Services are described in a standard definition language and have a published interface. സർവീസുകളെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ലാംഗ്വേജിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഏത് പ്ലാറ്റ്ഫോമിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ലാംഗ്വേജിൽ. ആൻഡ് ഹാവ് എ പബ്ലിഷ്ഡ് ഇൻ്റർഫേസ്, അതിന് എന്തുണ്ടായിരിക്കണം, ഒരു പബ്ലിഷ്ഡ് ഇൻ്റർഫേസും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും, ഇപ്പോൾ വിൻഡോസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് സെർച്ച് എഞ്ചിനാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നതെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് എടുത്താലും, പിന്നെ മോസില്ല ഫയർഫോക്സ് എടുത്താലും, ഗൂഗിൾ ക്രോം എടുത്താലും
ഒക്കെ നമുക്ക് എന്ത് കിട്ടണം, ആ സർവീസ് എങ്ങനെയാണോ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത് അതേപോലെ കിട്ടണം. ഇനി പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ ഞാനൊരു വിൻഡോസ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് കിട്ടണം. ഞാനൊരു യുണീക്ക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് കിട്ടണം. മാക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്കത് കിട്ടണം. നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ അതിൽ കിട്ടണം. സോ ഇറ്റ് മസ്റ്റ് ബി പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. എവിടുന്ന് എങ്ങനെ ആക്സസ് ചെയ്താലും എനിക്ക് കൃത്യമായ രീതിയിൽ കിട്ടത്തക്കവണ്ണം ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ലാംഗ്വേജ് പ്രകാരം ആ സർവീസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനൊരു പബ്ലിഷ്ഡ് ഇൻ്റർഫേസും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് എന്തിൽ വരുന്നത്, നമ്മൾ ക്ലൗഡിൽ ഉപയോഗിക്കുന്നത് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറായിട്ട്. സോ അതിൽ പലതരത്തിലുള്ള സർവീസുകളുണ്ടാവും. ആ സർവീസുകളെല്ലാം എല്ലാ പ്ലാറ്റ്ഫോമിലും ലഭിക്കണം, എല്ലാ യൂസേഴ്സിനും ലഭിക്കണം, ഏത് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടും അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം, അതിന് ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ടായിരിക്കണം. അത് ഉപയോഗിക്കുന്ന ആൾക്ക് കൃത്യമായ രീതിയിൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സുകളെയും ഒരേപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഇതിന് ആവശ്യമായിട്ട് അപ്പോൾ നമ്മളൊരു സർവീസ്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഈ പറയുന്ന 5 കാര്യങ്ങൾക്കും പാകത്തിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണോ ആവശ്യം, ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യും? സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യും. ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് സർവീസ്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഏത് പ്ലാറ്റ്ഫോമിലും ഏത് യൂസേഴ്സിനും ഏത് പ്രോസസ്സിനും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യത്തക്കവണ്ണം ആ ഇൻഫ്രാസ്ട്രക്ചറിനെ വെർച്വലൈസ് ചെയ്ത് യൂസറുടെ കയ്യിൽ എത്തിക്കുന്നതാണ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സർവീസിനെ എല്ലാ യൂസേഴ്സിനും ഏത് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം 100% വർക്ക് ചെയ്യുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, ഉപയോഗിക്കാൻ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണോ ഉള്ളത് ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്തു കൊടുക്കും? സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യും. So it will address all the requirements which are needed for a particular service to run in different platforms for different users in the best manner. ഓക്കെ, അതിനാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനൊരു ഡിസ്കവറി ഏജൻസി കൊടുക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമായിട്ടുള്ള സർവീസാണ് ഞാൻ എടുക്കേണ്ടത്. എനിക്കൊരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഒട്ടനവധി പബ്ലിഷേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാവും. എനിക്കതൊക്കെ കാണിച്ചു തരണം ആദ്യം. ആ സർവീസുകളിൽ നിന്നും പബ്ലിഷേഴ്സിൽ നിന്നും എനിക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പബ്ലിഷർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസായിരിക്കും എനിക്ക് ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ എനിക്കത് സെലക്ട് ചെയ്യാൻ പറ്റണം. അതിനൊരു ഡിസ്കവറി ഏജൻസി ഉണ്ട്. ആ ഡിസ്കവറി ഏജൻസിയുടെ സഹായത്താൽ സർവീസ് പ്രൊവൈഡറുമായിട്ട് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനുശേഷം എന്താണോ സർവീസ്, ആ സർവീസ് ആർക്ക് കൊടുക്കും? ക്ലയൻറ്റിന് ലഭ്യമാക്കും. അപ്പോൾ ഡിസ്കവറി ഏജൻസി എന്ന് പറഞ്ഞാൽ അതിന് സർവീസ് ഡിസ്ക്രിപ്ഷൻ മാത്രമേ കിട്ടൂ, സർവീസ് ഒന്നും ലഭിക്കില്ല. അപ്പോൾ ഡിസ്കവറി ഏജൻസി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു സെർച്ച് കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് പല പബ്ലിഷേഴ്സിൻ്റെയും സോഫ്റ്റ്വെയർ ഒരേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷേ അവരുടെ കയ്യിൽ എന്തില്ല? ആക്ച്വൽ പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പർട്ടിക്കുലർ സർവീസ് പ്രൊവൈഡറുടെ സൈറ്റിലേക്ക് പോകും. ആ സൈറ്റുമായിട്ടാണ് പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സർവീസ് ഡിസ്കവറി ഏജൻസി നമുക്ക് എന്തൊക്കെ സർവീസുകളാണോ ആരൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ പ്രൊവൈഡ് ചെയ്യുന്നവരും, എനിക്കൊരു ഡൊമൈൻ ആവശ്യമാണ്. അപ്പോൾ എനിക്കൊരു ഡൊമൈൻ വേണം. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഗൂഗിൾ കാണിച്ചു തന്നു ഒട്ടനവധി ഡൊമൈൻ പബ്ലിഷേഴ്സിൻ്റെ, നമുക്ക് സർവീസ് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എനിക്ക് കാണിച്ചു. അതിൽ നിന്ന് ഞാനൊരു പർട്ടിക്കുലർ സർവീസിനെ സെലക്ട് ചെയ്തു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടാണ്? ആ സർവീസ് പ്രൊവൈഡറും കസ്റ്റമറും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സർവീസ് ആരുടെ കയ്യിലേ കിടക്കൂ? സർവീസ് പ്രൊവൈഡറുടെ കയ്യിലേ കിടക്കൂ. പക്ഷേ ആ സർവീസിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഞാൻ പുറത്ത് വിടാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് അതിനുണ്ടോ ആ ഫീച്ചേഴ്സൊക്കെ ഞാൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യും? ഒരു സർവീസ് ഡിസ്ക്രിപ്ഷനായിട്ട് ഡിസ്കവറി ഏജൻസിക്ക് പ്രൊവൈഡ് ചെയ്യും. അവർ ആർക്ക് കാണിച്ചു കൊടുക്കും? ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കും. ഓക്കെ,
ഇങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചർ, അതാണ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിൽ നടക്കുന്നത്. The maturity of web service has enabled the creation of powerful services that can be accessed on demand in a uniform way. ഈ വെബ് സർവീസുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ നമുക്ക് എന്താണോ ആവശ്യം, ഡിമാൻഡ് വന്നാൽ ആ സാധനം നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടും എന്നുള്ള ഒരു യൂണിഫോമായിട്ട് നമുക്കത് ലഭ്യമാവും എന്ന ഒരു രീതിയിലേക്ക് മാറി. While some web services are published with the intent of serving end-user applications, their true power resides in its interface being accessible by other services. അപ്പോൾ ചിലതൊക്കെ നമുക്ക് സർവീസുകൾ നമുക്ക് തരുന്നതായിട്ട് നമുക്ക് തരുന്നുണ്ടാവും. പക്ഷേ ആ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ സർവീസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ സർവീസുകൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സർവീസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആക്ച്വലി അതിൻ്റെ ഡീലേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരാളായിരിക്കും. ഓക്കെ. An enterprise application that follows the service-oriented architecture paradigm is a collection of services that together perform complex business logic. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ലോജിക്കുകൾ യൂസ് ചെയ്യുന്ന എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നതാണ്? സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ പാരാഡിം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെബ് 2.0 ആണ്. വെബ് 2.0 എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ളൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇൻ്റർനെറ്റ് സമൂഹത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെബ് 2.0 എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രം നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമായിട്ട് വെബിനെ യൂസ് ചെയ്യുക, ഹാർനസിങ് കളക്റ്റീവ് ഇൻ്റലിജൻസ്, ഡാറ്റ ആസ് വാല്യുബിൾ ഫങ്ഷണാലിറ്റി, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട്, വെബ് സർവീസുകളെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? വെബ് 2.0 എന്ന് വിളിക്കുന്നു. അപ്പോൾ വെബ് 2.0 നമുക്ക് എല്ലാത്തിനെയും നമ്മൾ 2.0 എന്നുള്ളൊരു എക്സ്റ്റൻഷൻ ഇട്ടിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഐഡൻറ്റിറ്റി 2.0, ലൈബ്രറി 2.0, ലോ 2.0, മീഡിയ 2.0 കണ്ടുല്ലോ. അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയാസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഇന്നത്തെ ഈ ഇൻ്റർനെറ്റ് സമൂഹം ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെബ് 2.0 എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇൻ ദ കൺസ്യൂമർ വെബ്, ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് മേ ബി പ്രോഗ്രാമാറ്റിക്കലി അഗ്രിഗേറ്റഡ്, ആക്ടിങ് ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കോംപ്ലക്സ് കോമ്പോസിഷൻസ് കോൾഡ് സർവീസ് മാഷപ്സ്. അപ്പോൾ മാഷപ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കൺസ്യൂമർ വെബ് എടുത്ത് നോക്കിയാൽ ആ കൺസ്യൂമർ വെബിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് സർവീസുകൾ, ഇതൊക്കെ കളക്റ്റീവായിട്ട് നമുക്ക് കിട്ടണം. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് അത്രയും നല്ലത്. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോമ്പോസിഷൻസ് ഉണ്ടാവും, ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാവും. അതൊക്കെ തന്നെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമുക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെസ്സേജിങ് പ്ലാറ്റ്ഫോം. ഒരു ചാറ്റ് സെർവർ അതിൻ്റെ ഒപ്പം ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമായിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ, അതായത് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ്, വേറെ എന്തെങ്കിലും വീഡിയോസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അഡ്വർടൈസ്മെൻറ്റുകൾ, ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക്, ഒരു സൊസൈറ്റിയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാം. ഇൻഫർമേഷൻസ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനെ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ പലരും അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, അഡ്വർടൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപയോഗിച്ച് ജീവിത മാർഗം എന്നുള്ള രീതിയിൽ പല വരുമാനങ്ങളും ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പല രീതിയിൽ പല കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ചേർത്ത് വയ്ക്കുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മാഷപ്സ് എന്ന് വിളിക്കുന്നത്. മെനി സർവീസ് പ്രൊവൈഡേഴ്സ് സച്ച് ആസ് ആമസോൺ, ഫേസ്ബുക്ക് ആൻഡ് ഗൂഗിൾ മേക്ക് ദെയർ സർവീസ് API പബ്ലിക്കലി ആക്സസിബിൾ യൂസിങ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് സച്ച് ആസ് SOA ആൻഡ് REST. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെ തന്നെയാണ് ആമസോൺ, ഫേസ്ബുക്ക്, ഗൂഗിൾ, ഇതൊക്കെ പലതിനെയും ഇപ്പം
നമ്മൾ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് എടുക്കുന്നത് അല്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് തരിക. നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കയറാം, യൂട്യൂബിൽ കയറാം. ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് വെച്ച് തന്നെ ഷീറ്റ് ഉണ്ടാക്കാം, ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം, ബ്ലോഗ് വഴി നിങ്ങൾക്ക് പണം സമ്പാദിക്കാം അല്ലേ. പല മെത്തേഡുകൾ, പല ആപ്ലിക്കേഷൻസ് ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാമാറ്റിക്കലി അഗ്രിഗേറ്റഡ് സർവീസസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഷപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇൻ ദ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഡൊമൈൻ നമുക്ക് പഠിക്കാനുണ്ട്. പലതരത്തിലുള്ള ക്ലൗഡുകൾ പഠിക്കുന്ന ഒന്നാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത്. ക്ലൗഡ് ആപ്ലിക്കേഷൻസ് ക്യാൻ ബി ബിൽഡ് ആസ് കോമ്പോസിഷൻ ഓഫ് അതർ സർവീസസ് ഫ്രം ദ സെയിം ഓർ ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സ്. അത് ഈ പറയുന്നതിനൊരു എക്സാമ്പിളാണ്. പലതരത്തിലുള്ള പല പ്രൊവൈഡേഴ്സിൽ നിന്നും വരുന്ന ആപ്ലിക്കേഷൻസിനെയൊക്കെ നമുക്ക് ചേർത്തിട്ട് ഒരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം. സർവീസസ് സച്ച് യൂസർ ഓതൻറ്റിക്കേഷൻ, ഇമെയിൽ, പേറോൾ മാനേജ്മെൻറ്റ് ആൻഡ് കലണ്ടേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ബിൽഡിംഗ് ബ്ലോക്സ് that can be reused and combined in a business solution in case a single ready-made system does not provide all those features. അപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് കൊണ്ടുവന്ന് മറ്റൊരു പേപാൽ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ പേടിഎമ്മിൻ്റെ പേപാൽ സിസ്റ്റമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പേപാൽ സിസ്റ്റമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിടാൻ പറ്റും. അപ്പോൾ അത് നമ്മളല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ലിങ്ക്, അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലിങ്ക് മാത്രം നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളതിനെ യൂസ് ചെയ്യുകയാണ്, മറ്റൊരെണ്ണത്തിന് നമ്മളുടെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണ്. മനസ്സിലായോ? അത് ഇമെയിൽ നമുക്ക് ഇപ്പോൾ ജിമെയിലിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു വെബ് ഡൊമൈനിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കലണ്ടർ, നമ്മൾ പൊതുവെ പറയുന്ന ഗാഡ്ജറ്റുകളെല്ലാം അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ പിന്നിലൊന്നും നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്താണോ ആ പാർട്ട് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ ആ ചേർക്കാൻ പറ്റുന്നതിനെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചേർക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മാഷപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. മെനി ബിൽഡിംഗ് ബ്ലോക്സ് ആൻഡ് സൊല്യൂഷൻസ് ആർ നൗ അവൈലബിൾ ഇൻ പബ്ലിക് മാർക്കറ്റ്സ്. ഇതൊക്കെ നമുക്ക് പബ്ലിക് മാർക്കറ്റിൽ നിന്ന് സുഖമായിട്ട് കലണ്ടർ ഗാഡ്ജറ്റൊക്കെ നമ്മൾക്ക് തന്നെ വാങ്ങിച്ചെടുക്കാവുന്ന ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രോഗ്രാമബിൾ വെബ് ഈസ് എ പബ്ലിക് റെപ്പോസിറ്ററി ഓഫ് സർവീസ് APIs ആൻഡ് മാഷപ്സ് കറൻ്റ്ലി ലിസ്റ്റിംഗ് തൗസൻഡ്സ് ഓഫ് API ആൻഡ് മാഷപ്സ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് പ്രോഗ്രാമബിൾ വെബ് എന്ന് പറയുന്നത്. Popular APIs such as Google Maps, Flickr, YouTube, Amazon e-commerce and Twitter, when combined, produce a variety of interesting solutions from finding video game retailers to weather maps. ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആമസോൺ e-commerce അല്ലെങ്കിൽ ട്വിറ്റർ, ഗൂഗിൾ മാപ്പ്, ഇതൊക്കെ എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ ഇതിൽ പലതും പരസ്പരം ലിങ്ക്ഡ് ആണ്. പലതും നമുക്ക് കാണാൻ പറ്റും. ഒക്കെ പരസ്പരം ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഒരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ അതിനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വളരെ അധികം ഇപ്പോൾ ഡെവലപ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എക്സ്ചേഞ്ച് പ്രൊവൈഡറാണ് salesforce.com എന്ന് പറയുന്നത്. ഒരു വിധത്തിൽപ്പെട്ട ബിൽഡിംഗ് ബ്ലോക്കുകളും ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാനും അതിനെ അഗ്രിഗേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും നമുക്ക് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡൊമൈനാണ്. അപ്പോൾ ഇതാണ് മാഷപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യുക. അത് ഒരുപക്ഷെ നിങ്ങൾ തന്നെ സെയിം പ്രൊവൈഡേഴ്സിൻ്റെ തന്നെ ലിങ്ക് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ മാഷപ്പാക്കി വെക്കാം. അതല്ല, ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ അവരുടെ പെർമിഷനോടുകൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. എക്സ്റ്റേണലായിട്ടും യൂസ് ചെയ്യാം, ഇൻറ്റേർണലായിട്ടും യൂസ് ചെയ്യാം. പേഴ്സണൽ നെറ്റ്വർക്കിൽ ഉപയോഗിക്കാം, ഇൻ്റർനെറ്റിലും യൂസ് ചെയ്യാം. Okay, so it combines high-value software and services from multiple sources into a single new web-based application. ഒരു ആപ്ലിക്കേഷനിൽ പല സോഴ്സുകളിൽ നിന്നും, അത് സിംഗിൾ പ്രൊവൈഡറിൽ നിന്നാവാം, മൾട്ടിപ്പിൾ പ്രൊവൈഡേഴ്സിൽ നിന്നാവാം,
അത് പ്രൈവറ്റ് നെറ്റ്വർക്കിലാവാം, അതല്ല ഇൻ്റർനെറ്റിൽ തന്നെയാവാം. ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ വഴി നമ്മളെല്ലാത്തിനെയും ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളതിനെ മാഷപ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. Grid computing enables aggregation of distributed resources and transparently access to them. അപ്പോൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല, അത് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഡിസ്ട്രിബ്യൂട്ടഡ് റിസോഴ്സസിനെ ഒരേ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി അതിനെ അഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് പ്രൊഡക്ഷൻ ഗ്രിഡ് സച്ച് ആസ് ടെറാഗ്രിഡ് ആൻഡ് EGE seek to share compute and storage resources distributed across different administrative domain, with their main focus being speeding up a broad range of scientific applications such as climate modeling, drug design and protein analysis. അപ്പോൾ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ക്ലൗഡിൽ നിന്നും ചെറിയ വ്യത്യാസത്തിലുള്ളതാണ് ഗ്രിഡ്. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്തു വച്ചിരിക്കുന്ന ഒരു ടൈപ്പ് കമ്പ്യൂട്ടിംഗ് മെത്തേഡ്, അതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. The key aspect of grid vision realization has been building standard web services based protocols that allow distributed resources to be discovered, accessed, allocated, monitored, accounted for and billed for, etc. and in general managed as a single virtual system. ഒരു വെർച്വൽ സിസ്റ്റം പോലെ പല ഡിസ്ട്രിബ്യൂട്ടഡ് റിസോഴ്സുകളെയും അതിനെ ആക്സസ് ചെയ്യാനും അതിനെ ആദ്യം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അതിനെ ആക്സസ് ചെയ്യാനും ആ ആക്സസ് ചെയ്തതിനെ ഏത് രീതിയിലാണോ യൂസ് ചെയ്യേണ്ടത് ആ യൂസേജിന് വേണ്ടിയിട്ട് ഏതൊക്കെ കസ്റ്റമേഴ്സിനാണോ കൊടുക്കേണ്ടത് ആ കസ്റ്റമേഴ്സിനൊക്കെ ആ സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് അലോട്ട് ചെയ്ത് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതാണ് നമ്മളെവിടെ യൂസ് ചെയ്യുന്നത്, ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ഗ്രിഡ് സർവീസുകളുണ്ട്. അതിനൊരു ഓപ്പൺ ഗ്രിഡ് സർവീസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. OGSA എന്ന് പറഞ്ഞിട്ട് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ ക്ലൗഡ് മാനേജ്മെൻറ്റും ക്ലൗഡ് ആർക്കിടെക്ചറും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ആണ് പഠിക്കുന്നതെങ്കിൽ അവിടെ അതിൻ്റെ ആർക്കിടെക്ചർ, അതിനാവശ്യമായിട്ടുള്ള ഈ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് വഴി സർവീസുകളെ മറ്റുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണോ ആ റിക്വയർമെൻറ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണെന്ത് നമ്മളിപ്പോൾ SOA പറഞ്ഞല്ലോ, അതേപോലെ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിലുള്ളതാണ് ഓപ്പൺ ഗ്രിഡ് സർവീസസ് ആർക്കിടെക്ചർ, OGSA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായിട്ട്. നമ്മളുടെ നെറ്റ്വർക്കിൽ തന്നെ പല സിസ്റ്റങ്ങളെയും ഒരു ഗ്ലോബൽ കണക്ഷൻ വഴി കണക്ട് ചെയ്ത് റിസോഴ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്, യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ്. ഇൻ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ്സ് യൂസേഴ്സ് അസൈൻ എ യൂട്ടിലിറ്റി വാല്യൂ ടു ദെയർ ജോബ്സ് where utility is a fixed or time varying valuation that captures various QoS constraint. QoS constraint എന്ന് പറഞ്ഞു വെച്ചാൽ ക്വാളിറ്റി ഓഫ് സർവീസ് കൺസ്ട്രെയിൻറ്റ്, അതിന് ഡെഡ് ലൈൻ കൊടുക്കാം, ഇമ്പോർട്ടൻസ് കൊടുക്കാം, അത് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. അപ്പോൾ പക്ഷേ അതൊരു ചിലപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് തന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാവുന്നതോ വേരിയിങ് ടൈം പീരീഡോ നമ്മൾക്ക് തരുന്ന വർക്കിനനുസരിച്ച് അവർ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ടൈം പീരീഡോ ഒക്കെ ആവാം. അപ്പോൾ മെയിനായിട്ട് ഈ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത് ജോബ് ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. യൂസേഴ്സിന് അത് അസൈൻ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുക യൂട്ടിലിറ്റി കമ്പ്യൂട്ടിങ്ങിൽ. ദ വാല്യുവേഷൻ ഈസ് ദ എമൗണ്ട് ദേ ആർ വില്ലിംഗ് ടു പേ എ സർവീസ് പ്രൊവൈഡർ ടു സാറ്റിസ്ഫൈ ദെയർ ഡിമാൻഡ്സ്. അപ്പോൾ അവിടെ ഒരു ബില്ലിംഗ് മെത്തേഡ് വഴി നമ്മൾ പേ ചെയ്ത് കൊടുക്കണം അവരുടെ കസ്റ്റമർക്ക്. ഇപ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട്, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയുന്നു, അപ്പോൾ അത് ചെയ്തു തരാനുള്ള ക്ലയൻ്റ് ഡെവലപ്പർ ആരാന്ന് വെച്ചാൽ അവർ പറയുന്നത് എനിക്കും ഓക്കെ ആവണം. ആ പേയ്മെൻറ്റിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി കമ്പ്യൂട്ടിംഗ് നടത്തുന്നത്. ദ സർവീസ് പ്രൊവൈഡേഴ്സ് then attempt to maximize their own utility where said utility may directly correlate with their profit. Okay, providers can choose to prioritize. നമുക്ക് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസിനെ ഞാനൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ എൻ്റെ
സോഫ്റ്റ്വെയറുകളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് യൂട്ടിലിറ്റി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ രണ്ട് സെപ്പറേറ്റ് ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും യൂട്ടിലിറ്റി കമ്പ്യൂട്ടിങ്ങും നിങ്ങൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാനതിങ്ങനെ വായിച്ചു വിട്ടത്. ബാക്കി പറഞ്ഞത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്, അത് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തത് ടൈപ്പ് ആൻഡ് ലെയേഴ്സ് ഓഫ് ക്ലൗഡ്സ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ.